മലയാള സിനിമയ്ക്ക് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച സംവിധായകനാണ് സിബി മലയിൽ. മോഹൻലാൽ, സുരേഷ് ഗോപി, മമ്മൂട്ടി തുടങ്ങിയവരുടെ സിനിമാ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള എക്കാലത്തേക്കും ഓർമ്മിക്കപ്പെടുന്ന ക്ലാസിക് സിനിമകൾ സംവിധാനം ചെയ്തത് സിബിയാണ്. സുരേഷ് ഗോപിക്ക് സഹപ്രവർത്തകൻ എന്നതിനും മുകളിലായി ഒരു ആത്മബന്ധം സിബി മലയിലുമുണ്ട്. ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനമാണ് സിബിക്കെന്ന് സുരേഷ് ഗോപി തന്നെ പറയാറുണ്ട്. വർഷങ്ങളായി നിലനിൽക്കുന്ന ആത്മബന്ധത്തെക്കുറിച്ച് ജിഞ്ചർ മീഡിയ എൻ്റർടൈൻമെൻറ്റിന് നൽകിയ അഭിമുഖത്തിൽ ഇരുവരും സംസാരിച്ചു. സിബി മലയിലുമായുള്ള ബന്ധം 1982-1983 കാലഘട്ടത്തിലാണ് ആരംഭിക്കുന്നത്. സിനിമ കരിയറാക്കണമെന്ന് ഉറപ്പിച്ച സമയത്ത് ഞാൻ ആദ്യമായി ഓഡീഷൻ അറ്റൻഡ് ചെയ്തത് സിബി മലയിൽ കൂടി ഭാഗമായ പാച്ചിക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയാണ്. കണ്ണോട് കണ്ണോരം നീ കണിമലരെ എന്ന ഗാനത്തിനൊപ്പം ഞാൻ അഭിനയിക്കുകയും ചെയ്തു. അന്ന് കുഞ്ഞായി താലോലിക്കാൻ ഒരു തലയിണ കൊണ്ടുവന്നത് സിബിയാണ്. അതിനുശേഷം ഞാൻ സെലക്റ്റായി എന്ന് എന്നെ അറിയിച്ചതും സിബി തന്നെയാണ്. പക്ഷെ പിന്നീട് ഞാൻ കണ്ടത് ആ സിനിമയിൽ ഭരത് ഗോപിച്ചേട്ടൻ അഭിനയിക്കുന്നതാണ്. എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്കായിരുന്നു സിനിമ. വീണ്ടും ഒരു കിന്നു പിറക്കാൻ സാധ്യതയില്ലെന്ന് തോന്നിപ്പിക്കുന്ന കപ്പിളിനെയായിരുന്നു പാച്ചിക്കയ്ക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഗോപിച്ചേട്ടനെയും സംഗീതയെയും കാസ്റ്റ് ചെയ്തതെന്ന വിശദീകരണവും പിന്നീട് എനിക്ക് നൽകിയത് സിബിയാണ്. സാന്ത്വനമാണ് ഞാൻ ആദ്യമായി അഭിനയിച്ച സിബിയുടെ സിനിമ. ഒരു പെർഫോമർ എന്ന നിലയിൽ എനിക്ക് പ്രിയപ്പെട്ടത് സിബിയുടെ സുന്ദരരേഖയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു ദുരന്തം സംഭവിച്ച് എൻ്റെ ഭാര്യ തിരുവനന്തപുരത്ത് ആശുപത്രിയിലും അനിയൻ ചെന്നൈയിലെ ആശുപത്രിയിലും സീരിയസ് കണ്ടീഷനിൽ കിടക്കുന്ന സമയത്ത് ഏതാണ്ട് 1.5 മാസം അച്ഛനെയും അമ്മയും പോലെ ഞങ്ങൾക്ക് വേണ്ടി സിബി മലയിലെ കുടുംബവും ചോറും കറിയും എല്ലാം വെച്ച് തന്നു. ആ സമയമെല്ലാം നന്ദിയോടെ സ്മരിക്കുന്നു. എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ സംഭവിച്ച ഒരു സംവിധായകനാണ് സിബി. ഒരു ജ്യേഷ്ഠ സഹോദരനാണ് എനിക്ക് സിബി എന്നും സുരേഷ് ഗോപി പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു വാഹനാപകടത്തിലാണ് മൂത്ത മകൾ ലക്ഷ്മിയെ സുരേഷ് ഗോപി നഷ്ടപ്പെടുന്നത്. ആ നഷ്ടം നൽകിയ വിടവ് ഇന്നും സുരേഷ് ഗോപിയുടെ മനസ്സിൽ ഉണങ്ങാത്ത മുറിവായുണ്ട്. അപകടത്തിന് ഒരാഴ്ച മുമ്പ് സുരേഷ് ഗോപിയുടെ വീട്ടിലെത്തി ഒരു വയസ്സുകാരി ലക്ഷ്മിക്കൊപ്പം സിബി ഒരുപാട് സമയം ചിലവഴിച്ചിരുന്നു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയായിരുന്നു ലക്ഷ്മിയുടെ വിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ സിബിക്കും ഉണ്ടായത്. തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റിലായിരുന്നു പണ്ട് സുരേഷ് ഗോപി താമസിച്ചിരുന്നത്. ഒരു ദിവസം എന്നെ ഭക്ഷണം കഴിക്കാനായി ക്ഷണിച്ചിരുന്നു. സുരേഷിൻ്റെ ആദ്യത്തെ മകൾ ലക്ഷ്മി ഉണ്ണിവാവോ പാട്ട് കേട്ടാണ് ഉറങ്ങുന്നതെന്ന് അന്ന് സുരേഷ് എന്നോട് പറഞ്ഞു. ആ കുഞ്ഞിനെ എൻ്റെ മടിയിൽ കൊണ്ടിരുത്തി സുരേഷ് ലക്ഷ്മിയെ വാത്സല്യത്തോട് ചേർത്ത് പിടിക്കുന്ന രംഗങ്ങളെല്ലാം ഞാൻ കണ്ട് ഒരാഴ്ച കഴിഞ്ഞാണ് സുരേഷിൻ്റെ ജീവിതത്തിലെ ആ സങ്കടം സംഭവിച്ചത്. കുഞ്ഞിൻ്റെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് സുരേഷിൻ്റെ അച്ഛൻ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് ഓർക്കുന്നു. നിങ്ങളുടെ പാട്ട് കേട്ടാണ് ലക്ഷ്മി ഉറങ്ങിയിരുന്നതെന്ന്. ആ കരച്ചിലും വാക്കുകളും ഇന്നും എൻ്റെ ഉള്ളിലുണ്ട്. ആ മോളുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ മകനോളം പ്രായമുണ്ടാകുമായിരുന്നു. അത്രമാത്രം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നയാളാണ് സുരേഷ് ഗോപി എന്നും സിബി മലയിൽ പറഞ്ഞു.